ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എരുന്ത് വെച്ചിട്ട് ഒരു 4 മണി പലഹാരമാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എരുന്ത് തോലോട് കൂടി കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. തോല് കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. 3 പച്ചമുളക് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. പിന്നെ 1 വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയും, 1.5 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ നമ്മൾ എരുന്ത് വേവിച്ച വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നല്ല അരിച്ച് എടുത്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ എരുത്തിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ അതിലുണ്ടാവും ഉപ്പ്. അപ്പോൾ ആ വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നത്. ഈ മാവിൻ്റെ പാകം എന്ന് പറയുമ്പോൾ നമ്മളിതിങ്ങനെ നുള്ളി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നൊരു പാകമായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇത് 2 സൈഡിലും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതാ നമ്മുടെ കിരീക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഭാഗത്തൊക്കെ ഇതിന് കിരീക്കൽ എന്നാണ് പറയുക. ഇതേപോലെ തന്നെ നമുക്ക് കല്ലുമ്മക്കായ വെച്ചിട്ടും കിരീക്കൽ ചെയ്തെടുക്കാം. എരുന്തിന് പകരം കല്ലുമ്മക്കായ ഇട്ടുകൊടുത്താൽ മതി. നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കല്ലുമ്മക്കായ വെച്ചിട്ടും നല്ല ഒരു ക്രിസ്പി സ്നാക്കാണിത്. ഇപ്പോൾ എരുന്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.